നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. നാല് സീറ്റിൽ വിജയിക്കുമെന്ന് BJP സംസ്ഥാന ഭാരവാഹി യോഗം ബഹിഷ്കരിച്ച് PK കൃഷ്ണദാസും MT രമേശും അടക്കമുള്ളവർ. BJP 4 സീറ്റിൽ വിജയിക്കുമെന്നും 2 സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നും സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിലയിരുത്തൽ. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിലും പാലക്കാടും പാർട്ടി രണ്ടാമതെത്തും എന്നും വിലയിരുത്തലുണ്ടായി. തെരഞ്ഞെടുപ്പ് സമയത്ത് പലർക്കുമെതിരെ വ്യക്തിഹത്യയുണ്ടായെന്ന് K സുരേന്ദ്രൻ ഭാരവാഹി യോഗത്തിൽ പറഞ്ഞു. ശുചിമുറിയിലെ പ്രസവം 23-കാരിയെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ തയ്യാറായി കുഞ്ഞിന്റെ പിതാവ്. കല്ലൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിലെ ശുചിമുറിയിൽ കുഞ്ഞിന് ജന്മം നൽകിയ 23-കാരിയെ വിവാഹം കഴിക്കാനും കുട്ടിയെ ഏറ്റെടുക്കാനും തയ്യാറായി കുഞ്ഞിന്റെ പിതാവ്. ഇന്നലെ യുവതിയെയും യുവാവിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. ഇരുവരും തമ്മിലുള്ള ബന്ധം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. സംഭവത്തെ തുടർന്ന് പോലീസ് 2 വീട്ടുകാരെയും വിളിപ്പിച്ചിരുന്നു. ഇതോടെയാണ് വിവാഹ കാര്യത്തിൽ തീരുമാനമായത്. കനകലതയ്ക്ക് ആദരമർപ്പിക്കാനെത്തി സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. അന്തരിച്ച സിനിമാ താരം കനകലതയുടെ സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. മലയൻകീഴിലുള്ള വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയായിരുന്നു സംസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ, നടൻ ഇന്ദ്രൻസ് തുടങ്ങിയ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകണം. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കടുത്ത ചൂട് കാർഷിക ക്ഷീര മേഖലകളിലും കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. വെസ്റ്റ് നൈൽ പനി മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം മന്ത്രി വീണ ജോർജ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവുമാണ് പ്രധാനം. കഴിഞ്ഞയാഴ്ച നടന്ന ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി.